നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ചില ഘടകങ്ങൾ സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ മാറ്റാം? അവിടെ നമുക്ക് പ്രഷർ മാറ്റാം, കോൺസെൻട്രേഷൻ മാറ്റാം, താപനില ടെമ്പറേച്ചർ മാറ്റാം, നമുക്ക് അവിടെ എന്തെങ്കിലും കാറ്റലിസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേറെ എന്തെങ്കിലും ഗ്യാസ് വേണമെങ്കിൽ പാസ് ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ അത് അവിടുത്തെ റിയാക്ഷൻ അത് ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തോ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം. അതേപറ്റി പറയുന്ന പ്രിൻസിപ്പളാണ് 10-ലൊക്കെ പഠിച്ചാലാണ് ലേ ചാർലിയസ് പ്രിൻസിപ്പൽ. ലേ ചാർലിയസ് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളൂ. A change in any of the factors that determine the equilibrium condition of a system will cause the system to change in such a manner so as to counteract the effect of change. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ ഒരു സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഫാക്ടർ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്യും. സേ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, ഏതെങ്കിലും ഒരു ഫാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും? വിൽ കോസ് ദ സിസ്റ്റം ടു ചേഞ്ച് ഇൻ എ സച്ച് എ മാനർ. അവിടുത്തെ സിസ്റ്റത്തിന് ഒരു ചേഞ്ച് സംഭവിക്കും. സിസ്റ്റം തന്നെത്താനെ ചേഞ്ച് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ആസ് ടു കൗണ്ടറാക്ട് ദി എഫക്ട് ഓഫ് ചേഞ്ച്. അവിടെ നമ്മൾ കൊടുത്ത് നമ്മൾ മൂലം ഈ എക്സ്റ്റേണലി ഉണ്ടായ ചേഞ്ചിന് കൗണ്ടറാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം തന്നെത്താനെ ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിലെ ഇക്വിലിബ്രിയം മാറ്റുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ വഴി ശ്രമിച്ചാൽ, ടെമ്പറേച്ചറോ കോൺസെൻട്രേഷനോ പ്രഷറോ വഴി ശ്രമിച്ചാൽ സിസ്റ്റം അപ്പോൾ ഇക്വിലിബ്രിയം മാറി എന്ന് കഴിയും. അപ്പോ സിസ്റ്റം എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. എപ്പോഴും ഒരു സിസ്റ്റത്തിന് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ ഇക്വിലിബ്രിയം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്താണ് നമ്മൾ മറ്റു ചേഞ്ച്? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇക്വിലിബ്രിയം കണ്ടീഷനെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ മാറ്റിയാൽ സിസ്റ്റം എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ഇല്ലാതാക്കാൻ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ശ്രമിക്കും. ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം കോൺസെൻട്രേഷൻ. നമ്മൾ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യും. എക്സാമ്പിൾ A+B gives C+D എന്നുള്ള ഇക്വേഷനിൽ ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ കോൺസെൻട്രേഷൻ മാറ്റുകയാണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എയുടെയോ ബിയോ സിയുടെയോ അളവുകളല്ലേ, അതിന്റെ കോൺസെൻട്രേഷൻ മാറ്റാം. ഇങ്ങനെ മാറ്റണമല്ലോ. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടി, അതായത് എയും ബിയും കൂടി സിയും ഡിയും ഉണ്ടായിട്ടില്ല. നമ്മൾ അവിടെ കുറച്ച് എയും ബിയും ആഡ് ചെയ്തു, അല്ലെങ്കിൽ വേണ്ട എ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഡി ആഡ് ചെയ്തു, അല്ലെങ്കിൽ എയും ബിയും ആഡ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ എമൗണ്ട് കൂടി. ആദ്യം ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇവിടെ എയും ബിയും ആഡ് ചെയ്തപ്പോൾ എയും ബിയും കൂടി, കോൺസെൻട്രേഷൻ എയും ബിയുടെ റിയാക്ടൻസിനെ കൂടി. അപ്പൊ എന്താ പറഞ്ഞേ? സിസ്റ്റം വിൽ ട്രൈ ടു കൗണ്ടറാക്ട് ദി എഫക്ട് ഓഫ് ചേഞ്ച്. സിസ്റ്റം എന്ത് ചെയ്യും? ഈ കൂടുതൽ കുറയ്ക്കാൻ വേണ്ടി നോക്കും, ഈ ഇൻക്രീസ് കുറയ്ക്കാൻ വേണ്ടി നോക്കും. അതെന്ത് ചെയ്യും? ഇവിടെ കൂടുതൽ കുറയണമെങ്കിൽ എന്ത് വെച്ചാൽ മതി? ഇവിടുന്ന് കുറച്ച് റിയാക്ട് ചെയ്ത് അങ്ങോട്ട് പോയാൽ പോരെ. അപ്പൊ എന്ത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇവിടുന്ന് കുറച്ച് റിയാക്ട് ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ ഇവിടെ കുറയും, ഇവിടെ കൂടും. അപ്പൊ ഇത് വീണ്ടും തുല്യം കുറച്ച് കഴിയുമ്പോൾ അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിലാവും. അങ്ങനെ എന്ത് ചെയ്യും? എയും ബിയും കൂടി കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടത്തി അങ്ങോട്ട് പോകും. സിയും ഡിയും കൂടും, എയും ബിയും കുറയും, അങ്ങനെ ഈക്വലാവും. ഇത് നേരെ സിയും ഡിയും ആണ് കൂടുതൽ. ഇവിടെ നമ്മൾ കുറച്ച് സിയും ഡിയും ആഡ് ചെയ്യുന്നുണ്ട്. സിയും ഡിയും കൂട്ടിയാൽ ഇവിടെ കൂടി, ഇവിടെ കുറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഇവിടെ കൂടി. ഇത് കുറയ്ക്കാൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. സിയും ഡി എയും ബിയും പറയും. അപ്പൊ ഇത് കുറയും, ഇത് കൂടും. കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇക്വിലിബ്രിയത്തിലെത്തും അല്ലേ? എത്തും. വീണ്ടും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കിയോ. N2+3H2 gives 2NH3. ഹൈഡ്രജനും കൂടി അമോണിയ ഉണ്ടാവുകയാണെങ്കിൽ ഇഫ് ഐ ആർ നൈട്രജൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് റിയാക്ഷൻ നടക്കും? നൈട്രജൻ ആഡ് ചെയ്താൽ ഇവിടെ എമൗണ്ട് കൂടി. അപ്പൊ ഇത് കുറയ്ക്കാൻ നോക്കും. എന്ത് റിയാക്ഷൻ? ഫോർവേഡ് റിയാക്ഷൻ. ഹൈഡ്രജൻ കൂട്ടി എന്ത് റിയാക്ഷൻ നടക്കും? ഹൈഡ്രജൻ കൂട്ടിയാൽ ഇവിടുത്തെ എമൗണ്ട് കൂടി. എന്തിനും ഇവിടെ കുറയാൻ വേണ്ടിയിട്ട് സിസ്റ്റം കുറയ്ക്കാൻ നോക്കാൻ പറ്റുന്നില്ല. ഫോർവേഡ് റിയാക്ഷൻ നടക്കും. നൈട്രജൻ കൂട്ടി, അല്ല അമോണിയ കൂട്ടി, NH3 കൂട്ടി. ഇവിടെ കൂടി കഴിഞ്ഞാൽ ഇവിടെ കുറയ്ക്കാൻ നോക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ നൈട്രജൻ അമോണിയ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ N2 കൂട്ടിയാൽ
ഇന്റൻസിറ്റി കൂട്ടിയാൽ ഫോർവേഡ്, ഈ ഒരു ഘട്ടത്തില്ല സോറി ഇന്റൻസിറ്റി കൂട്ടിയാൽ ബാക്ക്വേഡ്. ഇനി ഒരു ഇവിടെ നൈട്രജനും ഹൈഡ്രജനും കൂടി അമോണിയ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാവുന്ന ഈ അമോണിയ ഞാൻ വലിച്ചു മാറ്റി കളഞ്ഞുകൊണ്ടിരിക്കുക, എടുത്ത് അവിടെ ഉണ്ടാവുന്ന എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് രണ്ട് റിയാക്ഷൻ നടക്കുന്നത്. നോക്കിയേ, നൈട്രജനും ഹൈഡ്രജനും കൂടി അമോണിയ ഉണ്ടാവുന്നു, അമോണിയ എടുത്ത് മാറ്റുമ്പോൾ ഇവിടുത്തെ അളവ് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പോ സിസ്റ്റം എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം മാറിപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ഈ കുറവ് നികത്താൻ വേണ്ടി നോക്കും അല്ലെ, കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നോക്കും, കൂട്ടണം. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടണമെങ്കിൽ ഇത് മാറ്റി കഴിയുമ്പോൾ ഇത് കുറഞ്ഞു പോകും. ഇത് കൂട്ടാൻ വേണ്ടി ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങനെ റിയാക്ഷൻസ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ മതി റിയാക്ഷൻ. ഇവിടുത്തെ അമോണിയ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ, അമോണിയ മാറ്റി കുറച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ. ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയാം. റിയാക്ടൻസ് കൂട്ടി കഴിഞ്ഞാൽ ഫോർവേഡ്, പ്രൊഡക്ട്സ് കൂട്ടി കഴിഞ്ഞാൽ ബാക്ക്വേർഡ്, പ്രൊഡക്ട്സ് കുറച്ചാൽ ഫോർവേഡ്. ഓക്കെ, നമുക്കിനി രണ്ട് എഫക്റ്റുകളുണ്ട്, പ്രഷർ, ടെമ്പറേച്ചർ, പിന്നെ രണ്ട് ചെറിയ എഫക്ട്സ് ഉണ്ട്, ഗ്യാസ് അഡീഷൻ, ഇനർട്ട് ഗ്യാസ് അഡീഷൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എഫക്റ്റ് പ്രഷറിന്റെ എഫക്റ്റ് ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ മർദ്ദം അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെ. നോക്കിയോ, സെയിം റിയാക്ഷൻ പറയാം, N2+3 ലേഷേർഡസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫാക്ടർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഫാക്ടർ കുറയ്ക്കാൻ നോക്കും അല്ലെങ്കിൽ കൗണ്ടറാക്ട് ചെയ്യാൻ നോക്കും ആര് സിസ്റ്റം. അപ്പൊ നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രഷർ കുറയ്ക്കാൻ നോക്കും, പ്രഷർ കുറച്ചാൽ എന്തെങ്കിലും പ്രഷർ കൂട്ടാൻ നോക്കും. ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു റിയാക്ഷനിലെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ആ പ്രഷറിനെ എങ്ങനെയായിരിക്കും ആ സിസ്റ്റം കുറയ്ക്കണേ? പഠിച്ചാലല്ലേ പറ്റില്ല. ഒരു സിസ്റ്റത്തിലെ പ്രഷറിനെ കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഏത് സൈഡിലാണോ കുറവ് അങ്ങോട്ട് റിയാക്ഷൻ നടക്കും. റിയാക്ടൻസിലാണോ പ്രൊഡക്ട്സിലാണോ നമ്പർ ഓഫ് മോൾസ് കുറവ് അങ്ങോട്ട് റിയാക്ഷൻ നടക്കും. എക്സാമ്പിൾ, N2+3 ഇവിടെ 1 അല്ലേ, ഇവിടെ 3. റിയാക്ടൻസിന്റെ നമ്പർ ഓഫ് മോൾസ് 4, പ്രൊഡക്ട്സിന്റെ നമ്പർ ഓഫ് മോൾസ് 2, 1, 3, 4, ഇവിടെ 2 നമ്പർ ഓഫ് മോൾസ്. അപ്പൊ റിയാക്ടൻസിന് 4, പ്രൊഡക്ട്സിന് 2. നമ്പർ ഓഫ് മോൾസ് എവിടെ കുറവ്? ഇവിടെ കുറവ്. പ്രൊഡക്ട്സിന് കുറവ്, റിയാക്ടൻസിന് കൂടുതൽ. റിയാക്ടൻസിന് കൂടുതൽ, പ്രൊഡക്ട്സിന് കുറവ്. അപ്പൊ പ്രഷർ ഞാൻ ഇവിടുത്തെ മൊത്തത്തിലാണ് പ്രഷർ കൂട്ടാൻ പറ്റുള്ളൂ. കോൺസെൻട്രേഷൻ ഇവിടെ കൂട്ടാൻ, ഇവിടെ കുറയ്ക്കാം, അങ്ങനെയല്ല. പ്രഷർ ഒരു സിസ്റ്റത്തിലേക്ക് മൊത്തത്തിലായിട്ട് നമുക്ക് പ്രഷർ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പൊ ഈ സിസ്റ്റത്തിലെ പ്രഷർ കൂട്ടി കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയ്ക്കണം എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളവർക്ക് കുറവുള്ളിടത്തേക്ക് പോകും. അപ്പൊ റിയാക്ഷൻ എന്തെങ്കിലും നിങ്ങൾ അതിനകത്ത് നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളതിന് കുറവുള്ളതിലേക്ക് എന്തെങ്കിലും റിയാക്ഷൻ നടക്കും. പ്രഷർ കൂട്ടുവാണെങ്കിൽ അപ്പൊ എന്തെടുക്കും? പ്രഷർ കൂട്ടുവാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ പോകും. ഇനി പ്രഷർ കുറച്ചാലോ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തേക്ക് റിയാക്ഷൻ പോകും. അതായത് ഇവിടുത്തെ പ്രഷർ ആദ്യം ഒരു 2 bar ആണോ, ഞാൻ കുറച്ച് 1 bar ആക്കി. അങ്ങനെ പ്രഷർ കുറച്ചതിലേക്ക് നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തേക്ക് പോകും. കാരണം പ്രഷർ കൂട്ടാൻ നോക്കണം, കുറയ്ക്കുമ്പോൾ കൂട്ടും സിസ്റ്റം. അപ്പൊ ഇവിടെ 2, 4 ഇതൊരു നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തേക്ക് പോകും. 2 ൽ 4 വരും. പ്രഷർ കൂട്ടി കഴിഞ്ഞാൽ പോകും എന്തൊരു നമുക്ക് പ്രഷർ കുറച്ച്. ഇതെല്ലാ റിയാക്ഷനിലും സെയിം അല്ല. പല റിയാക്ഷനും ചില റിയാക്ഷൻസിന്റെ കൂടുതൽ പ്രൊഡക്ട്സിന് കുറവായിരിക്കും, ചിലര് തിരിഞ്ഞു വരാം. അപ്പൊ ഈ കണ്ടീഷൻ നേരെ തിരിഞ്ഞു വരും. ഇനി ഒരു എക്സാമ്പിൾ നോക്കി, H2+I2 gives 2H. ഈ ഒരു റിയാക്ഷനിൽ പ്രഷർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് എടുത്ത് നോക്കിയേ, 1 അല്ലേ, 2. ഇവിടത്തെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ അല്ലേ. പ്രഷർ കൂട്ടിക്കുന്ന പ്രഷർ കുറയ്ക്കാൻ നോക്കും, നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത് കുറവുള്ളതേക്ക് പോകും. ഇവിടെ കൂടുതലോ കുറവുണ്ടോ? രണ്ട് സെയിം അല്ലേ. തിരിച്ച് എങ്ങനെയുള്ള സെയിം അല്ലേ. ഇങ്ങനെ രണ്ട് സ്ഥലത്തും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ ഇങ്ങനെയുള്ള റിയാക്ഷന് പ്രഷറിന് എന്തില്ല, പ്രഷർ ഹാസ് നോ എഫക്ട് ഇഫ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ പ്രഷറിന് അവിടെ എന്തില്ല, ഒരു എഫക്റ്റും ഇല്ല. നെക്സ്റ്റ് മൂന്നാമത്തെ ഇനർട്ട് ഗ്യാസ് അഡീഷൻ. ഒരു സിസ്റ്റത്തില് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാസ് ആഡ് ചെയ്തു,
എന്ത് ഗ്യാസാണ്? ഇനർട്ട് ഗ്യാസ്. ഇനർട്ട് എന്ന് പറഞ്ഞാൽ ഇനർട്ട്, ഇനർട്ട്, നോബിൾ ഗ്യാസ്, ഇനർട്ട് ഗ്യാസ്. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതായത് വേറൊരു സംഭവമായിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്യാത്ത, കൂട്ടുകൂടില്ലാത്തതോ അങ്ങനെയുള്ളതാണ് ഇനർട്ട് ഗ്യാസ്. എക്സാമ്പിൾ ഗ്രൂപ്പ് 80 ഹീലിയം, നിയോൺ, ആർഗൺ ഇതുപോലുള്ള ഗ്യാസ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് ആ റിയാക്ഷനിൽ കൊണ്ടൊരു വേറെ ഒന്നും സംഭവിക്കാൻ പോകില്ല. അവിടെ വേറൊരു റിയാക്ഷൻ ഉണ്ടാക്കുകയോ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് ആ റിയാക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്തെന്ന് വെച്ചാൽ റിയാക്ഷൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതിന്റെ ഇക്വിലിബ്രിയത്തിൽ എന്തില്ല, ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ ഇനർട്ട് ഗ്യാസ് അഡീഷൻ എന്തില്ല, നോ എഫക്ട്. ഇനർട്ട് ഗ്യാസ് നമ്മൾ ആഡ് ചെയ്താലും നോ എഫക്ട്. കാരണം എന്താ? കാരണം ഇങ്ങോട്ട് ഇനർട്ട് ഗ്യാസ് ഡു നോട്ട് മേക്കപ്പ് എ റിയാക്ഷൻ. ഇനർട്ട് ഗ്യാസ് എന്തില്ല, ആ റിയാക്ഷനെ ഒരു രീതിയിലും ബന്ധപ്പെടില്ല. ഓക്കെ, ഇത് രണ്ടുമാണ് അടുത്ത ഫാക്ടേഴ്സ്. ഇനിയുള്ള ഫാക്ടറാണ് ടെമ്പറേച്ചർ. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഫോർത്ത് എഫക്റ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്തായിരിക്കും നോക്കിയേ. ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞ തന്നെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം പഴയ പോലെ ആക്കാൻ വേണ്ടി ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. ടെമ്പറേച്ചർ കുറച്ചാലും നമ്മൾ സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. അപ്പൊ നിങ്ങൾ 10ലും ഒക്കെ പഠിച്ചാൽ 2 തരം റിയാക്ഷൻ ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോ മീൻസ് എക്സ്റ്റേണൽ, എൻഡോ മീൻസ് ഇന്റേണൽ. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ, പുറത്തേക്ക് ചൂടിന് കൊടുക്കുന്ന റിയാക്ഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ. റിയാക്ഷൻ വിച്ച് ലീവ്സ് ഹീറ്റ്. എക്സ്റ്റേണൽ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറമല്ലേ, പുറത്തേക്ക് ചൂടിനെ കൊടുക്കുന്നതാണ് എക്സോതെർമിക്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ, അകത്തേക്ക് ചൂടിനെ വലിച്ചെടുക്കുന്നതാണ് എൻഡോതെർമിക്. ഇനി ഒരു സിസ്റ്റത്തില് നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ തരുമ്പോൾ എക്സാമ്പിൾ N2+3H2 പ്ലസ് ഹീറ്റ്, നൈട്രജൻ ഹൈഡ്രജൻ കൂട്ടിമുട്ടി അമോണിയ ഉണ്ടാവുന്നു. അതിനൊപ്പം തന്നെ കുറച്ച് ഹീറ്റ് തരുന്നു. ഹീറ്റ് എവിടെ തന്നെ പുറത്തേക്ക് തരല്ലേ, പ്രൊഡക്ഷനോട് തരും. അപ്പൊ പുറത്തേക്ക് വരിക. അതായത് എന്ത് റിയാക്ഷനാണ്? എക്സോതെർമിക് റിയാക്ഷൻ, എക്സ്റ്റേണൽ ഹീറ്റ് പുറത്തേക്ക് വരിക. ഇനി ഹീറ്റ് ഇവിടെ എഴുതണമെങ്കിലോ N2+3H2 പ്ലസ് ഹീറ്റ് ഹീറ്റ് അകത്തേക്ക് എടുക്കുക. ഹീറ്റ് ഇത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ ഹീറ്റ് അകത്തേക്ക് എടുത്തിട്ടാണ് ഇതാണ്. അപ്പൊ എൻഡോതെർമിക്. റൈറ്റ് സൈഡിലെ എക്സോതെർമിക്, ലെഫ്റ്റ് സൈഡിലെ എൻഡോതെർമിക്. അമോണിയയുടെ പ്രിപ്പറേഷൻ കെമിസ്ട്രി ഉണ്ടാവുന്ന റിയാക്ഷൻ എപ്പോഴും എന്ത് റിയാക്ഷൻ ആയിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ തന്നെ, N2+3H2 പ്ലസ് ഹീറ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ എക്സോതെർമിക് ഇവിടെ എക്സോതെർമിക് ഇവിടെ ചെയ്തിട്ടുണ്ട്. +1 അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് എഴുതിയുള്ളൂ. ഒരു റിയാക്ഷൻ അതിനോട് ഡെൽറ്റ എച്ച് വാല്യൂ, എൻതാൽപി ചേഞ്ചിന്റെ വാല്യൂ. എൻതാൽപി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി വാല്യൂ. അമോണിയയുടെ വാല്യൂ -91.8. അപ്പൊ എൻതാൽപി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻതാൽപി, ഇവിടുത്തെ എൻതാൽപി ഫൈനൽ എൻതാൽപി മൈനസ് ഇനീഷ്യൽ എൻതാൽപി. ഫസ്റ്റ് എൻതാൽപി ഫൈനൽ എൻതാൽപി മൈനസ് ഇനീഷ്യൽ എൻതാൽപി. അവസാനത്തെ എനർജി മൈനസ് ആദ്യത്തെ എനർജി. കുറവാണെങ്കിൽ ആദ്യത്തെ എനർജി കുറവും, കൂടുതലും അവസാനത്തെ എനർജി കുറവും അല്ലെ. H2 മൈനസ് H1 അല്ലേ ഡെൽറ്റ എച്ച്. അപ്പൊ അവസാനത്തെ എനർജി H2 കുറവും, H1 കൂടുതലുമാണെങ്കിലാണ് ഈ വാല്യൂ നെഗറ്റീവ് വരുള്ളൂ അല്ലെ, നെഗറ്റീവ് വാല്യൂ ഉള്ളൂ. അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക് ആണെങ്കിൽ എന്താ കണ്ടീഷനാണ്? എനർജി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുമ്പോൾ എനർജി എന്ത് ചെയ്യും? കുറയും. എനർജി കുറയണേ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകുന്ന ചൂട് ഒരു എനർജി അല്ലേ, ഹീറ്റ്. ആ എനർജിനെ എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊടുക്കണം. അപ്പൊ ഇവിടെ ഉള്ള ഹീറ്റിനെ എന്ത് ചെയ്തു? പുറത്തേക്ക് കൊടുത്തു. അപ്പൊ ഇതിന്റെ എനർജി എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ മൈനസ് വരുന്നത്. നമ്മുടെ ഒരു എനർജി, ഇപ്പൊ ഞാൻ ഒരു സിസ്റ്റം ആണെങ്കിൽ എന്തെങ്കിലും കുറച്ച് എനർജി ഉണ്ടാവണം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എന്തെങ്കിലും ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ ചൂട് പുറത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ എനർജി കുറഞ്ഞു കഴിയും. അപ്പൊ ചേഞ്ച് എനർജി, അവസാനത്തെ എനർജി ആദ്യത്തെ എനർജി തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു മൈനസ് വാല്യൂ ഉണ്ടെങ്കിൽ ചെറിയ വാല്യൂ മൈനസ് വലിയ വാല്യൂ എപ്പോഴും മൈനസ് ആയിരിക്കും. അപ്പോ അത് എന്ത് റിയാക്ഷൻ? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ്, എനർജി ചേഞ്ച് നെഗറ്റീവ് ആണെങ്കിൽ, എൻതാൽപി ചേഞ്ച് നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. നമ്മളുടെ ഡെൽറ്റ എച്ച് -91.8. അപ്പൊ എന്താ? എക്സോ. ഇനി ഒരു വാല്യൂ പ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. രണ്ട് റിയാക്ഷൻ ഡിഫറെന്റ് കേസിലാണ്.
സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ഇഫ് ടെമ്പറേച്ചർ ഡിക്രീസസ് എന്ത് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. നമുക്ക് മനസ്സിലാക്കാം ഒരു റിയാക്ഷൻ വരുമ്പോൾ ഡെൽറ്റ ഒരു മൈനസ് ആണെങ്കിൽ എക്സോതെർമിക്. അങ്ങനെ ഒരു ഇക്വേഷൻ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ അവിടെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ടെമ്പറേച്ചർ കൂട്ടിയാലോ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും, എക്സോതെർമിക്. ഇനി ഒരു റിയാക്ഷൻ വരുമ്പോൾ അതിന് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിന് എന്ത് വിളിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ. അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചാൽ, അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചാൽ എന്ത് റിയാക്ഷൻ നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ. ടെമ്പറേച്ചർ കൂട്ടിയാലോ ഫോർവേഡ് റിയാക്ഷൻ. ഒന്നെങ്കിൽ ഇങ്ങനെ തിയറികൾ ചെയ്യാം, ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പ്രാക്ടിക്കലി മനസ്സിലാക്കാം. ഒരു സിസ്റ്റത്തില് ഈ റിയാക്ഷൻ, ഈ സിസ്റ്റത്തില് എന്ത് റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അത് ഹീറ്റ് പുറത്തേക്ക് കൊടുക്കുക അല്ലേ? നമ്മളൊരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറച്ചു, ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞു ഞാനൊരു സിസ്റ്റമാണ് സങ്കല്പിക്കുക. എന്റെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം കൂട്ടാൻ നോക്കും, അതായത് കൗണ്ടറാക്ട് ചെയ്യാൻ നോക്കും. എന്താണ് കുറച്ച് അത് കൂട്ടാൻ നോക്കും, ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. ആര്? ഞാൻ, സിസ്റ്റം. അപ്പൊ എന്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുതൽ എന്താ ചെയ്യുക? എന്റെ ഉള്ളിലുള്ള ഹീറ്റിനെ ഞാൻ പുറത്തേക്ക് കൊടുത്താൽ പോലെ പോലെ എന്റെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഹീറ്റ് പുറത്തേക്ക് കൊടുക്കും അല്ലെ? അപ്പൊ എന്ത് റിയാക്ഷൻ? പുറത്തേക്ക് കൊടുക്കുക, എക്സ്റ്റേണലിലേക്ക് കൊടുക്കുക, എക്സോതെർമിക് റിയാക്ഷൻ. അപ്പൊ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. ടെമ്പറേച്ചർ കുറച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. ഈ റിയാക്ഷൻ അമോണിയ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ എന്ത് റിയാക്ഷനാണ്? എൻഡോതെർമിക് അല്ല എക്സോതെർമിക് അല്ലേ? ഇത് രണ്ട് കൂട്ടി ഹീറ്റ് പുറത്തേക്ക് കൊടുക്കുക. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്. അപ്പൊ ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് റിയാക്ഷൻ നടക്കും? ഞാൻ പറഞ്ഞത് ടെമ്പറേച്ചർ കുറച്ചാൽ ഞാൻ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും, അതായത് എക്സോതെർമിക് ആണ്, ഞാൻ എക്സ്റ്റേണലിലേക്ക് കൊടുക്കും. അപ്പോ ഈ ഒരു കേസിൽ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് റിയാക്ഷൻ നടക്കണം? എക്സോതെർമിക് നടക്കണം. ഇതിന്റെ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്ത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് റിയാക്ഷൻ കൂടും? ഫോർവേഡ് റിയാക്ഷൻ കൂടും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഈ റിയാക്ഷൻ ഇതിനൊക്കെ കൂട്ടി ഇതുണ്ടാവും, കുറച്ചൊരു ഹീറ്റ് തരും, എക്സ്റ്റേണലി പുറത്തേക്ക് തരും, അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇനി ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കും. ലേശാറ്റേഴ്സ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ അത് ഹീറ്റ് പുറത്തേക്ക് കൊടുക്കണം, ചുറ്റുപാടും ഹീറ്റ് കൊടുക്കണം. അപ്പോൾ എന്തെടുക്കണം? ടെമ്പറേച്ചർ കുറക്കുമ്പോൾ എക്സോതെർമിക് നടക്കും. ഈ ഒരു റിയാക്ഷന് ഞാൻ പറയുകയാണ്, ഞാൻ ഈ റിയാക്ഷന്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് റിയാക്ഷൻ നടക്കുമെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് നടക്കണം? എക്സോതെർമിക് നടക്കണം എന്ന് നമുക്കറിയാം. ഈ റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷൻ ആണ് എക്സോതെർമിക്. അപ്പൊ എക്സോതെർമിക് നടക്കണമെങ്കിൽ ഇവിടെ എന്ത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം അല്ലെ? ഇനി ഒരു റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും അല്ലെ? ഇത് രണ്ടും കൂട്ടി ഹീറ്റ് പുറത്തേക്ക് വരും, എക്സോതെർമിക്. ഈ റിയാക്ഷൻ നേരെ തിരിച്ചെടുക്കണമെങ്കിൽ, ബാക്ക്വേർഡ് നടക്കണമെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് ഹീറ്റ് ആഡ് ചെയ്താലല്ലേ തിരിച്ച് ഇത് രണ്ടും ആവുള്ളൂ അല്ലെ? അപ്പൊ ഫോർവേഡ് എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് എന്താ? എൻഡോതെർമിക്. ബാക്ക്വേർഡ് ഇതിനകത്ത് ഹീറ്റ് ആഡ് ചെയ്യുക, അപ്പൊ എന്താ? ഇന്റേണൽ ഉള്ളിലേക്ക് കൊടുക്കുക, അപ്പൊ എൻഡോതെർമിക്. ഫോർവേഡ് എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ഇനി അങ്ങനെ നോക്കുക, ഒരു സിസ്റ്റം ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, ഞാനൊരു സിസ്റ്റം ആണെന്നില്ല, എന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞു, ചുറ്റുമുള്ള ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സിസ്റ്റം ഏഷ്യാറ്റിക് പ്രിൻസിപ്പിൾ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. എന്റെ ടെമ്പറേച്ചർ, ചുറ്റുമുള്ള ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ അവിടെയുള്ള ചൂടിനെ ഞാൻ എടുത്താൽ പോലെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എൻഡോതെർമിക് റിയാക്ഷൻ എടുക്കും, ഇന്റേണൽ ഉള്ളിലേക്ക് എടുക്കും അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ എടുക്കും. അപ്പൊ അത് ഓരോ റിയാക്ഷനും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഓരോ റിയാക്ഷനും ഓരോ സിസ്റ്റത്തിനും ഡിഫറെന്റ് കേസ് ആയിരിക്കും. അത് നിങ്ങൾ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ ഈ വാല് നോക്കിക്കോണം മനസ്സിലാക്കാം. ഒന്നെങ്കിൽ സിമ്പിൾ ഇങ്ങനെ പഠിച്ചിരിക്കാം, എക്സോതെർമിക് ആണെങ്കിൽ വാല് മൈനസ് ആണെങ്കിൽ എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ വെച്ചാൽ ഫോർവേഡ്, ടെമ്പറേച്ചർ ബാക്ക്വേർഡ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ. ഓക്കെ, ഇതിന്റെ ഫോർവേഡ് എക്സോതെർമിക് ആണ്. ടെമ്പറേച്ചർ കുറച്ചാൽ എക്സോതെർമിക് നടക്കണം, അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചാൽ ഫോർവേഡ് തന്നെ നടക്കും. ഈ ടെമ്പറേച്ചർ കൂട്ടിയാലോ? ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻഡോതെർമിക് നടക്കണം. ഇതിന്റെ ഫോർവേഡ് എക്സോതെർമിക് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻഡോതെർമിക് നടക്കണമെങ്കിൽ എന്ത് റിയാക്ഷൻ നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അതാണ് അർത്ഥം. ഇങ്ങനെ പഠിക്കുന്നവർക്ക് ഇങ്ങനെ പഠിക്കാം.
ഓക്കെയാണോ? ഓക്കെ. ഇനി ഈ അമോണിയയുടെ പ്രിപ്പറേഷനിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറാണ് 150 ഡിഗ്രി ഓർ 500 ഡിഗ്രി സെൽഷ്യസ്. അത് ബാക്കിയുള്ളതിന്റെ പ്രിപ്പറേഷൻ അപേക്ഷിച്ച് ഒരു ചെറിയ ടെമ്പറേച്ചറാണ്. അത് എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. For the preparation of ammonia, we use reduced temperature such as 450 or 500 degrees Celsius. Why? കാരണം പറയാൻ പറ്റുമോ? അമോണിയയുടെ റിയാക്ഷൻ, അമോണിയ ഉണ്ടാവണം, ഇവിടെ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ അമോണിയയുടെ റിയാക്ഷൻ ഉണ്ടാവും. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കുറച്ചാൽ എക്സോതെർമിക്, ടെമ്പറേച്ചർ കുറച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഒരു അമോണിയ ഉണ്ടാകുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചുകൂടെ തരുമ്പോഴത്തേക്ക് ഫോർവേഡ് റിയാക്ഷൻ കൂടും. അതുകൊണ്ട് അമോണിയയുടെ ഉത്പാദനം കൂടും അല്ലേ? എക്സോതെർമിക് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കൊടുത്താൽ ഫോർവേഡ് കൂടും, അമോണിയയുടെ ഉത്പാദനം കൂടും. അങ്ങനെ അമോണിയയുടെ ഉത്പാദനം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കുറച്ചത്. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്തൊരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കും, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കും, അമോണിയ കൂടുതൽ ഉത്പാദിപ്പിക്കും. അതുകൊണ്ടാണ് ചെറിയൊരു ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? If we reduce the reaction of ammonia is exothermic, so if we reduce the temperature, the rate of exothermic reaction or forward reaction will increase and more ammonia will be formed. So we use a reduced pressure of 500 degrees Celsius. എന്ന് ആൻസർ ചെയ്താൽ പറ്റും. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. ഇതാണ് ടെമ്പറേച്ചറിന്റെ എഫക്ട്. നെക്സ്റ്റ് ഈ ഒരു ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ഇൻ ഗ്യാസിയസ് സ്റ്റേറ്റ്. ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള ഇക്വിലിബ്രിയത്തിന്റെ കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ആണ്. ഒരു റിയാക്ഷൻ A+B, ഇവിടെ എല്ലാം ഗ്യാസ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇക്വിലിബ്രിയം എഴുതാൻ പറ്റും. എങ്ങനെയാണ് പറ്റും? Kp is equal to നമ്മളിവിടെ KC ആണ് ഉദ്ദേശിച്ചത്. കാരണം എന്താ? അത് ലിക്വിഡാണ്. അവിടെ ലിക്വിഡ്സിന് നമ്മളെ എക്സ്പ്രഷന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്. ഗ്യാസ് വാതകങ്ങൾ, ഇതൊക്കെ ഗ്യാസ് അല്ലേ ഇവിടെ ഈ ഇറങ്ങി, അതിന്റെ നമ്മൾ ഒരിക്കലും കോൺസെൻട്രേഷൻ നമുക്ക് പറയാനില്ല. നമ്മൾ എന്താ വെച്ചാൽ അവിടെ പ്രഷർ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് P എന്ന് ഉപയോഗിക്കുന്നത്. അവിടെ KC, ഇവിടെ KP ഗ്യാസ്. അവിടെ നമ്മൾ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് C, ഇവിടെ നമ്മൾ എങ്ങനെ pressure of C into pressure of D by pressure of A into pressure of D raised to C raised to D raised to A raised to D. Okay, അവിടെ നമ്മൾ concentration of C raised to C, concentration of D raised to D. ഇവിടെ pressure of C raised to C, pressure of D raised to D. Partial pressure of C raised to C. C യുടെ partial pressure, ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് C യുടെ പ്രഷർ എത്ര, ബാക്കിയുള്ള അപേക്ഷിച്ച് ഡിയുടെ പ്രശ്നത്തെ, ബാക്കിയുള്ള അപേക്ഷിച്ച് എയുടെ പ്രശ്നം, അതായത് പാർഷ്യൽ പ്രഷർ. അത് അതിന്റെ പാർഷ്യൽ പ്രഷർ റേസ്റ്റ് അതിന്റെ കോഫിഷ്യന്റ് കൂടെ സ്മോൾ വാല്യൂ. ഡിയുടെ എത്ര നമ്പർ ഫോഴ്സ്, സിയുടെ എത്ര ഉണ്ട്, എയുടെ എത്ര ഉണ്ട്, ബിയുടെ എത്ര ഉണ്ട്, അത് റേസ്റ്റ് പവർ ആയിട്ട് ചെയ്താൽ അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp ഫോർ എ ഗ്യാസിയസ് ഇക്വേഷൻ. ലിക്വിഡ് ആണെങ്കിൽ Kc ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റേസ് ടു പവർ. ഗ്യാസ് ആണെങ്കിൽ Kp ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ റേസ് ടു കോൺസ്റ്റന്റ്. ഡിഫറെന്റ്. ഇനി ഈ Kc Kp തമ്മിൽ റിലേഷൻ ഉണ്ട്. Kc ഈക്വൽ ടു Kp ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ. Kc ഈക്വൽ ടു Kp ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ. ലിക്വിഡിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നുള്ളത് ഗ്യാസിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്, ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം. R എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ. സിമ്പിൾ ടോപ്പിക്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതാൻ ചോദിക്കും. ഒരു ഇക്വേഷൻ എഴുതാൻ ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും നോക്കാം. പ്രഷർ ഓഫ് C റേസ് ടു C, കോൺസെൻട്രേഷൻ ഇങ്ങനെ പെട്ടിയിൽ C TC. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. N2 + O2 gives 2NO. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണെങ്കിൽ Kp Kc തമ്മിലുള്ള റിലേഷൻ എന്ത്? Kc ഈക്വൽ ടു Kp റേസ് ടു RT റേസ് ടു ഡെൽറ്റ എന്ന റിലേഷൻ. Kc അതിന്റെ Kp അതിന്റെ കോൺസ്റ്റൻസിലില്ല. ഡെൽറ്റ എൻ എന്ന് വിളിക്കാം. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്, റിയാക്ടൻസ് നമ്പർ ഓഫ് മോൾസ് ഒന്നും ഇല്ല, പ്രൊഡക്റ്റ് നമ്പർ ഓഫ് മോൾസ് അറിയാണെങ്കിൽ ഡെൽറ്റ എൻ
ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എത്ര വരും? 2 ഇവിടെ 2 ഇവിടെ. ചേഞ്ച് ഉണ്ടാവും ഇല്ല. 2 - 2 0. അതിനാണ് ചേഞ്ച് എടുക്കുന്നത്. പ്രൊഡക്ട്സിന്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് റിയാക്ഷൻ നമ്പർ ഓഫ് മോൾസ്. ചേഞ്ച് 0. അങ്ങനെ Kc equal to Kp into RT raised to 0. Any value raised to 0 എന്താണ് 1. അപ്പോൾ എന്ത് Kc equal to Kp. ഈ റിയാക്ഷനിൽ Kc യുടെ Kp യുടെ വാല്യൂ ഈക്വൽ ആണ് RT raised to 0 വരും. ഏത് വാല്യൂടെ മുകളിൽ പവർ ആയിട്ട് 0 എന്ന് പറയുന്ന വാല്യൂ തരും പോലെ. അപ്പോൾ Kp into 1 Kc equal to Kp. ഇതോടുകൂടി നമ്മുടെ ഇക്വിലിബ്രിയം എന്നൊരു ചാപ്റ്ററിലെ ഒരു 2 ടോപ്പിക്കായിട്ടാണ് ഡിവൈഡ് ചെയ്ത് സബ് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് ഇക്വിലിബ്രിയം, അതിൽ നമ്മൾ പഠിച്ചു എന്തൊക്കെ പഠിച്ച ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിച്ചു. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പഠിച്ചു. ഇക്വിലിബ്രിയത്തിലെ കോൺസ്റ്റന്റ് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻസ് പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? ഫാക്ടേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം, ലേഷാർട്ടേഴ്സ് പ്രിൻസിപ്പൽ. അതനുസരിച്ച് നമ്മൾ ടെമ്പറേച്ചറിന്റെ പ്രഷറിന്റെയും ഇനർട്ട് ഗ്യാസ് അഡീഷന്റെയും ഒക്കെ നമ്മൾ കോൺസെൻട്രേഷന്റെ ഒക്കെ നമ്മൾ എഫക്റ്റ് പഠിച്ചു. പിന്നെ പഠിച്ചു പ്രഷർ ഗ്യാസ് സ്റ്റേറ്റിൽ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. ഇത്രയാണ് ഇക്വിലിബ്രിയത്തിൽ വന്ന മെയിൻ ടോപ്പിക്ക്. ഇനി ഒരു ചെറിയൊരു ടോപ്പിക്ക് ബാലൻസ് ഉണ്ട്. അതാണ് ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് എന്നൊരു കൺസെപ്റ്റ്. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. താങ്ക് യു.